ഹെവൻലി എന്നർത്ഥം പറയുന്ന ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് സെലീക്ക എന്ന് പറയുന്ന പേരുണ്ടായതും ആ പേരിൽ നിന്നാണ് പിന്നീട് ഒരുപാട് ആളുകളുടെ ആരാധനാപാത്രമായിട്ടുള്ള ഈ വാഹനം ടൊയോട്ട എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി നിർമ്മിച്ചെടുക്കുന്നതും എന്ന് പറയാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടൊയോട്ട സെലീക്കയുടെ കഥയാണ്. എല്ലാ കൂട്ടുകാർക്കും അവളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഹെഡ്ലാമ്പ് കണ്ടോ, ഇതിനെ പറ്റിയൊക്കെ പറയാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. സോ അത് മറക്കാതെ ചെയ്യണം. കീപ് സപ്പോർട്ടിങ്. 1970 മുതൽ 2006 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ശരിക്കും സെലീക്ക എന്ന് പറയുന്ന മോഡൽ വാഹന വിപണിയിൽ ഉണ്ടായിരുന്നതെന്ന് പറയാം. പിന്നീട് സെലീക്കനെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ചൊന്നും എവിടെയും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ വണ്ടീൻ്റെ വലിയൊരു പ്രത്യേകത ഇതിനൊരു റാലി ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. ടൊയോട്ട സെലീക്ക സുപ്ര എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ വാഹന വിപണിയിലുണ്ടായിരുന്നു. അത് പിന്നീട് സെലീക്കയും സുപ്രയുമായിട്ട് മാറി. സുപ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ വികാരമായിട്ട് മാറി. സെലീക്ക ഇപ്പുറത്തും വികാരം തന്നെയാണ്. പക്ഷേ ഇപ്പം ഞാനിത് പറയാണ്ടായ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടീൻ്റെ പല ഭാഗങ്ങളും നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ആംഗിളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് പലയിടത്തും സുപ്രനെ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അന്നത്തെ ഡിസൈൻ മികവ് ഏറെക്കുറെയൊക്കെ സെയിം തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ എലമെൻറ്റുകളായിട്ട് പരിചയപ്പെടാം. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലാമ്പ് ഇത് പോപ്പപ്പ് ഹെഡ് ലാമ്പ് യൂണിറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്നോ ഉള്ള പ്രദേശങ്ങളിൽ, ഐസുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ വണ്ടി നിർത്തിയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം ഐസ് മൂടും. ആ സമയത്ത് ഹെഡ് ലാമ്പ് കുറച്ചും കൂടി ഈസി ആയിട്ട് വിസിബിൾ ആക്കാനും മറ്റു കാര്യത്തിൽ ഇത് ക്ലോസ് ചെയ്ത് വെച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പറേറ്റ് ചെയ്ത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഹെഡ് ലാമ്പിൻ്റെ ഏരിയ ഓപ്പൺ ആയിട്ട് ഇരിക്കും എന്നുള്ളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നതെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇത് അകത്ത് നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് വണ്ടി ഓൺ ചെയ്യാതെ തന്നെ നമുക്കിതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് ഉണ്ട്. എന്നാൽ ഇങ്ങനത്തെ അല്ലാത്ത സെലീക്കയും വാഹന വിപണിയിൽ അവൈലബിൾ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിൻ്റെ കൺവേർട്ടബിൾ ടൈപ്പും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കാർബൺ ഫൈബർ എലമെൻറ്റ് കാണാം. അതിനകത്ത് സെലീക്ക എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. ഈ ഒരു എലമെൻ്റ് ഇല്ലേ, ഇത് ആക്ച്വലി ഈ ഹെഡ് ലാമ്പിലേക്കും കയറി നിൽക്കുന്നുണ്ട്. ഇത് പൊങ്ങുമ്പോൾ ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്നു. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണാം. ഇത് ആക്ച്വലി ഒരു ഹാലജൻ ലാമ്പ് പോലെ, ലൈറ്റൊക്കെ ഹാലജൻ തന്നെയാണ്. അതിപ്പോൾ ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാലും ഇൻഡിക്കേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാലും ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റ് കാണാം. അതിലേക്ക് വന്നു കഴിഞ്ഞാലും ഒക്കെ സെയിം. അതുപോലെ ഈ ഒരു എലമെൻ്റ് ഒക്കെ എവിടേക്കോ നമ്മൾ കണ്ട് ശീലിച്ച പോലെയുണ്ട്. ഈ ലിപ്പ് ഭാഗം ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ്. സാധാരണഗതിയിൽ അതൊരു അത്ര ഉണ്ടാവില്ല, അതൊരു എക്സ്ട്രാ പീസാണ് വന്നേക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഫോഗ് ലാമ്പ് യൂണിറ്റും കാണാം. ഗ്രില്ലിൻ്റെ ഈ ഒരു പാറ്റേൺ നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ കാണാൻ. ആ ഭാഗം ശരിക്കും ഒരു സുപ്ര ടച്ച് ഇല്ല. സുപ്ര ടച്ച് ശരിക്കും എവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത ഇത് ശരിക്കും, അല്ലെങ്കിൽ ഈ ഒരു കർവ്, അതുപോലെ ഈ ഒരു ഭാഗം, ഇതൊക്കെ ഇതിൽ നിന്ന് സുപ്രയിലേക്ക് പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നൈസ് വാഷിംഗ് യൂണിറ്റ്, വൈപ്പർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വീല് ഇത് ആക്ച്വലി സ്റ്റോക്ക് വീലല്ല, ആക്സറീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ വീല്, അതുപോലെ തന്നെ എക്സോസ്റ്റ്, പിന്നെ ഈ ഒരു ഭാഗം ക്ലാഡിങ്, ഇത്തരം കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം സ്റ്റിൽ സ്റ്റോക്കാണ്. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നാണ്. സൈഡ് വ്യൂ മിറർ ഇവിടെ കാണാം. ഡോർ ഹാൻഡിൽ നോക്കിയാൽ ആ ഒരു ക്ലാസിക് ലെജൻഡറി ഡോർ ഹാൻഡിൽസ്. ഇതാട്ടോ ഇതിൻ്റെ ഓണറുടെ ഇൻസ്റ്റാഗ്രാം ID. ഓണറെ ഞാൻ പരിചയപ്പെടുത്താം. ആ സമയത്ത് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ്. ഇനി ബാക്കിലേക്ക് വരാം. ഇത് ആക്ച്വലി റാപ്പാണ്. ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, ആക്റ്റീവ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇതിന് ശരിക്കും ഇവിടെ ഇല്ല. ഈ ഒരു ഭാഗവും ശരിക്കും നമുക്ക് ആ ഒരു സുപ്ര ടച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സ്പോയിലറിൻ്റെ പ്രത്യേകത ഉണ്ടോ, ഈ ഒരു സൈഡിലേക്കും കൂടി ആ എയറോ സ്കൂപ്പ് കറക്റ്റാക്കി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ നിന്ന് വരുന്ന എയറിനെ കറക്റ്റ് സക്ക് ചെയ്തിട്ട് ഈ ഒരു എയർ ഇതിലേക്ക് ഫ്ലോ ചെയ്ത് കൊടുക്കും. സോ അതുകൊണ്ട് തന്നെ എവിടെയും തടഞ്ഞു നിർത്താനുള്ള സാധ്യതയില്ല. അതെനിക്ക് നല്ലൊരു മൂവായിട്ട് തോന്നി. കാരണം സാധാരണ ഇതിൽ അങ്ങനെ ഒരു സൈഡ് ഇത് നമ്മൾ സാധാരണ കാണാറില്ല. ഇനി ബാക്കിലേക്ക് വരാം. ലൈറ്റിങ് നോക്കിയാൽ വാവ്, വെരി ബ്യൂട്ടിഫുള്ള്. ഇൻഡിക്കേറ്റർ, സ്റ്റോപ്പ് ലാമ്പ്, അത് പരസ്പരം കണക്റ്റിംഗ് ലാമ്പ്. ഇത് ശരിക്കും 1996 മോഡലാണ്. അന്നത്തെ പരസ്പരം കണക്റ്റിംഗ് ടെയിൽ ലാമ്പ് യൂണിറ്റ് സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ LED വന്ന സമയത്ത് ഭയങ്കര സ്ട്രിപ്പ് പോലെയായി. സെലീക്ക എന്ന് പറഞ്ഞ ലെറ്ററിങ് കാണാം. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ മോഡലിലൊക്കെ ശരിക്കും ഇതിൻ്റെ കംബാക്ക് ആണെന്ന് പറയേണ്ടി വരില്ലേ, പരസ്പരം കണക്റ്റിംഗ് ലാമ്പ്. അതുപോലെ തന്നെ ഈ ബമ്പർ നോക്കിയാൽ കുറച്ചും കൂടി പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണു. ദാറ്റ് ഇസ് വെരി നൈസ്. പിന്നെ ഈ ഒരു എക്സ്ട്രാ ഉണ്ടല്ലോ, ഈ ഒരു എലമെൻറ്റ്, ഇത് സ്കേർട്ട് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സോസ്റ്റ് നോക്കിയാൽ സാധാരണ ഇതിൽ ഇത്ര വലുപ്പം ഉണ്ടാവില്ല. ഇത് ഇവർ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ് ആക്സറീസിൻ്റെ ഭാഗമായിട്ട്. ഇനി ബൂട്ട് ഓപ്പണിങ് ഇങ്ങനെയാണ് വരുന്നത്. കാലപ്പഴക്കത്തിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട്. നെവർ മൈൻഡ്. ഹൈഡ്രോളിക് സ്ട്രെട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് സീറ്റിൻ്റെ ഭാഗത്തേക്കും കൂടി ഓപ്പൺ ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. ധാരാളം ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ബൂട്ടിനകത്ത് കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ബൂട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയാണ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല സ്പേസ് ആണ് കേട്ടോ ബൂട്ടിനകത്ത്, അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഓപ്പണിങ് എനിക്ക് ആ ഒരു BMW ടച്ച്, ഫോക്സ് വാഗൺ ടച്ചൊക്കെ പെട്ടെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അകത്തേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് സീറ്റിൻ്റെ കാര്യത്തിൽ ഇവർ കാര്യമായിട്ടുള്ള ചേഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് അപ്പോൾസ്ട്രി ഇതിങ്ങനെയല്ല വരിക, ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ വിങ്സിൻ്റെ കാര്യത്തിൽ, അതായത് ഇപ്പോൾ നമ്മുടെ സൈഡിലിരിക്കുന്ന ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഇത്ര ഉണ്ടാവാറില്ല കട്ടി, അത് കുറച്ച് ഇവർ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു കുറച്ചും കൂടി സീറ്റിംഗ് കംഫർട്ട് ഒപ്പം മോഡേണൈസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയെല്ലാം തന്നെ നമ്മൾ സാധാരണ സെലീക്കയിൽ കാണുന്ന പോലെയാണ്. അതുപോലെ സ്റ്റിയറിംഗ് വീലിനകത്ത് സെലീക്ക എന്ന് പറയുന്ന ലെറ്ററിങ് കാണാം. ആ വെൽവെറ്റ് മെറ്റീരിയലും അതുപോലെ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന സെലീക്ക എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിങ്ങും ആക്ച്വലി സ്റ്റോക്കല്ല, അതും ഇവർ എക്സ്ട്രാ ആഡ് ചെയ്തേക്കണമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഡോർ സൈഡിലേക്ക് വരാം. ഡോർ സൈഡിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കൺട്രോൾ യൂണിറ്റ് കാണാം. ഇത് കൊടുത്തേക്കുന്ന സ്ഥലം എനിക്ക് രസമായിട്ട് തോന്നി. ഡോർ ലോക്ക് അൺലോക്ക് ഇവിടെ, അതുപോലെ തന്നെ വിൻഡോൻ്റെ കൺട്രോൾസ് ആണ് അപ്പുറത്തും ഇപ്പുറത്തെയും. ഇത് ഓട്ടോ ആണ്, ഡ്രൈവർ സൈഡിലേന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഡോ ലോക്ക് അതിൻ്റെ ബട്ടൺ ഇവിടെ കാണാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലെതർ പോലത്തെ മെറ്റീരിയൽ പഴയകാല വാഹനങ്ങളിൽ നമ്മൾ കാണൂലേ, ആ സ്റ്റൈൽ ഓഫ് സാധനമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലത്തെ ആളുകൾക്ക് ഒരു അറിയിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നൈസ് സ്റ്റോറേജ് സ്പേസ്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം, എവിടെയും വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഇല്ല. അന്നത്തെ കാലത്ത് അങ്ങനെ വാട്ടർ ബോട്ടിൽ ഹോൾഡറിൻ്റെ പരിപാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഒന്നും നമുക്കത് കാണില്ല. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ കാണാം. ലെഫ്റ്റും റൈറ്റും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് സ്പേസ് ഇവിടെ അണ്ടർസ്റ്റാൻഡ് താഴെ, ഇത് ലെതറാണ് വരുന്നത്. അതുപോലെ ക്ലൈമറ്റ് കൺട്രോൾ നോക്കിയാൽ വെരി ഇൻട്രസ്റ്റിംഗ് ക്ലൈമറ്റ് കൺട്രോൾ. ടെമ്പറേച്ചറിൻ്റെ ഇത് ഇങ്ങനെ തിരിച്ചിട്ട് AC ഓൺ ഓഫ്, എക്കണോമി മോഡ്, ലോ, ഫാൻ സ്പീഡ്, പൊസിഷൻ സെറ്റിങ്സ് ഒക്കെ, ഇതൊക്കെ ഒരു സെപ്പറേറ്റ് ഏരിയ. നല്ല ഭംഗിയുണ്ട് അല്ലേ. AC വെൻറ്റ് ഇവിടെ കാണാം. അതിൻ്റെ ഓൺ ഓഫ് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം പയനിയറിൻ്റെ. ഇത് പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആസ്ട്രേ ആണ്. ഇവിടെ നമുക്ക് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോക്കറ്റ് കാണാം. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റൽ ക്ലോക്ക്. ഇതിനകത്തുള്ള ഒരേ ഒരു ഡിജിറ്റൽ സാധനം ഇതാണ്, ക്ലോക്ക്. യെസ്. ഇനി ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കിയാൽ 3 ഗേജസ് ഉണ്ട്. ഒന്ന് RPM, അതുപോലെ സ്പീഡ്, അതിനകത്ത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. മൂന്നാമത്തേനകത്ത് 3 ഫ്യൂവല്, ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ബാറ്ററിൻ്റെ ഹെൽത്ത്. അത് GTയിലേക്ക് വരുന്ന സമയത്ത് ആ മുകളിലത്തെ സാധനം മാറും, വേറെ ഓപ്ഷൻ വരാറുണ്ട് എന്നുള്ളതാണ്. ഡാഷ്ബോർഡ് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ഈ ഒരു ഏരിയയിലെ ഇത് മൊത്തം ഒരു ഡ്രൈവർ ഫോക്കസ്ഡ് കോക്പിറ്റ് മൈൻഡിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതൊരു ആർച്ചിനകത്തൊക്കെ കൊടുത്ത് അത് കാണാൻ നല്ലൊരു ഫീൽ ഉണ്ട് ആക്ച്വലി. ഇറ്റ്സ് നൈസ്. ഗ്ലോ ബോക്സ് അവിടെ കാണാം. മിറർ നോക്കിയാ, ഷെയ്ഡ്സ് ഒക്കെ നോക്കിയാ, നൈസ്. അന്നത്തെ കാലത്ത് ഇതിനകത്ത് കണ്ണാടി കണ്ടിട്ടാണ് നോക്കിയാൽ. ലൈറ്റും ഉണ്ട്. ലൈറ്റ് ഇപ്പോൾ വർക്കിംഗ് അല്ലാന്നേ ഉള്ളൂ. സീറ്റിലിരിക്കാൻ നല്ല സുഖമുണ്ട്. നല്ല ഡ്രൈവിംഗ് പൊസിഷൻ. കുറച്ചും കൂടി ഒരു സ്പോർട്ടി മൂഡാണ് ശരിക്കും ഡ്രൈവിംഗ് പൊസിഷൻ വരുന്നത് കേട്ടോ. ഇനി ഇതിനകത്തൊരു ബാക്ക് സീറ്റ് ഉണ്ട്. അപ്പുറത്തു കൂടി ഇതിനകത്തേക്ക് കയറാം. കിഡ്സ് പോലെയൊക്കെ എല്ലാവർക്കും ഇരിക്കാം. വലിയ ആൾക്കാർക്ക് അധികം ഇങ്ങനെ കാര്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ് കണ്ടപാട് എനിക്ക് മനസ്സിലാക്കുന്നത്. ഇപ്പം എൻ്റെ ഡ്രൈവിംഗ് പൊസിഷൻ ഇതാണെങ്കിൽ അവിടെ എന്തായാലും എന്നെ പോലത്തെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. ബട്ട് ഓക്കെ, എൻ്റെ അത്ര ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പരിധി വരെ ഇരിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് ഈ സീറ്റിന്, അതായത് ഫ്രണ്ടിലത്തെ സീറ്റിന് ബാക്കിലിരിക്കുന്ന ആൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റൂല എന്ന് ഞാൻ പറയുമ്പോഴും വേണമെങ്കിൽ കുറച്ച് നേരമൊക്കെ ഇരിക്കാം. എന്നാൽ നമുക്കതിനെ ചൈൽഡ് സീറ്റ് എന്നുള്ള രൂപത്തിൽ എഴുതുകയും ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഇനി ഇതാണ് ഹെഡ് ലാമ്പിൻ്റെ പോപ്പപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ. ഇത് ആക്ച്വലി ഇപ്പോൾ വണ്ടി ഓഫാണ് എന്നിരുന്നു കഴിഞ്ഞാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഓൺ ചെയ്യാൻ പറ്റും. ഇനി എഞ്ചിനിലേക്ക് വരാം. എഞ്ചിനിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇവർ മോസ്റ്റ്ലി ഇറക്കിയ വണ്ടികളൊക്കെ 4 സിലിണ്ടറാണ്. ഒരു 6 സിലിണ്ടർ ഉണ്ടെന്ന് ഞാൻ വായിച്ചു കുറേ കാലം മുമ്പ്. അതിപ്പോൾ ഇവിടെ വന്ന സമയത്ത് വായിച്ചിട്ടുണ്ടായതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഹെഡറില്ലേ, ഇത് ആക്ച്വലി ഇവർ ഇപ്പോൾ ചേഞ്ച് ചെയ്തേക്കാനാണ്. ശരിക്കും ഇതിൻ്റെ എൻജിൻ മേക്കിങ്ങിൽ എവിടേക്കോ യമഹൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. മോസ്റ്റ്ലി 4 സിലിണ്ടറാണ്. അത് നമുക്കിവിടെ 4 സിലിണ്ടറിൻ്റെ സെറ്റപ്പൊക്കെ കാണാമല്ലേ. 1, 2, 3, 4 ഇവിടെ കാണാം. ഇപ്പോൾ മോഡേൺ വരുന്ന സമയത്ത് ജസ്റ്റ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇവിടെ ശരിക്കും ഒരു ഗാർഡും കൂടി വരാറുണ്ട്. ഹെഡറും ഗാർഡും ശരിക്കും ഹെഡർ മാറ്റിയ സമയത്ത് അതിൻ്റെ ഗാർഡ് ഇവരെടുത്ത് ഒഴിവാക്കിയിരിക്കാനാണ്. ഇനി വേറെ കാര്യം ശ്രദ്ധിച്ചു ഇവിടെ നോക്കിയാൽ, സാധാരണ ഗതിയിൽ ടൊയോട്ട എന്നല്ലേ നമ്മൾ എഴുതുക, ഇവിടെ ടൊയോഡ എന്നാണ് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജാപ്പനീസ് ഭാഷയിൽ ഒരു പക്ഷേ ടൊയോഡ എന്നായിരിക്കും അവർ പറയാമെന്നുള്ളതാണ്. JDMലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു സ്പെക്ക് വ്യത്യാസമുണ്ട് കേട്ടോ.
പല എൻജിനുകളും ചെറിയ ചെറിയ ട്യൂണിങ് ഡിഫറൻസ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വേറെ കാര്യം, പഴയ കാലത്ത് ടൊയോട്ട സെലീക്ക ജപ്പാനിൽ വിറ്റുവയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സ്ക്ലൂസീവ് ഡീലർഷിപ്പ് ത്രൂ മാത്രമായിരുന്നു എന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. സോ അവിടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ്. ഇനി ബോണറ്റ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നോക്കിയാൽ ഹെഡ് ലാമ്പിൻ്റെ ഈ ഒരു ഭാഗം ശരിക്കും കട്ടായിട്ടാണ് ഓപ്പൺ ആയിട്ട് പോകുന്നത്. ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണ മിന്നിയിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു പരിപാടി അല്ലേ. നൈസ്, ഇൻട്രസ്റ്റിംഗ്. ഇതൊരു 2 ലിറ്റർ എഞ്ചിനാണ്, 114 ഹോഴ്സ് പവറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുക. ഇത് ശരിക്കും 3S FE എന്ന് പറയുന്ന എഞ്ചിനാണ്. ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്. ഇതിനകത്ത് 3S GT എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റും വരുന്നുണ്ട്. അത് കുറച്ചും കൂടി ടർബോ ആണ്. അത് ഏകദേശം 200 to 230 ഹോഴ്സ് പവറൊക്കെ ഉൽപ്പാദിപ്പിക്കും. കുറച്ചും കൂടി പെർഫോമൻസ് എഡിഷനാണ്. ഇത് ഫ്രണ്ട് വീലാണ്, മറ്റേത് ഒരു ഫുൾ ടൈം ഓൾ വീൽ ഡ്രൈവ് ആയിട്ടാണ് വരുന്നത്. സോ അതിനകത്ത് ടെറൈൻ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ മാനുവലി ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇതാണ് ടൊയോട്ട സെലീക്ക. ഇനി വേറെ കാര്യം കൂടി പറയാം. ഈ വണ്ടി ഇങ്ങനെ പോപ്പപ്പ് ഹെഡ്ലൈറ്റ് ഉള്ളത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൻ്റെ ഓണർ എടുത്തതിൻ്റെ ഒരു കൺവെർട്ടബിൾ ഉണ്ട്. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ. വണ്ടി ഇപ്പോൾ നിലവിലൂടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി സെലീക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, റാലി റിലേറ്റഡ് ഒരു കാര്യം. WRC എന്ന് പറയുന്ന വേൾഡ് റാലി ചാമ്പ്യൻഷിപ്പിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ടൊയോട്ട വെഹിക്കിളാണ് ടൊയോട്ട സെലീക്ക എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അതിന് മുമ്പ് ഞാനിതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെടുത്താം. ഡ്രൈവ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതാണ് ഓണർ ഷഹീൻ. വെൽക്കം ടു അവർ ചാനൽ. ഷഹീൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ അഡ്വക്കേറ്റിൻ്റെ ചിഹ്നമൊക്കെ കണ്ടപ്പോൾ ഷഹീൻ ആക്ച്വലി LLBക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇയറാണ്? ഞാൻ ഫൈനൽ ഇയർ KMCT. ഓക്കെ, നൈസ്. അപ്പോൾ ഉപ്പയും അഡ്വക്കേറ്റാണ്, കുടുംബപരമായിട്ട് വക്കീലാണ്. അപ്പോൾ കേസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെടാം. പക്ഷേ അതിന് മുന്നേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും സെലീക്കിനെ കുറിച്ചാണ് അല്ലേ. ഇതെങ്ങനെയാണ് സ്പോട്ട് ചെയ്യണത് ശരിക്കും? എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായി. കാരണം വെച്ചാൽ സെലീക്ക വേറെ എൻ്റെ നാട്ടിൽ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, ഇത് ഈ വണ്ടി കൊല്ലത്ത് ട്രിവാൻഡ്രം സൈഡില് ഗോക്സ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അവന് ഫ്രണ്ട് വണ്ടി എടുത്തതിന് ശേഷം ഇതാണ്. മുന്നതൊരു ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ലിസ്റ്റിംഗ് കണ്ടതാണ്. ഓ അത് ശരി. കണ്ടപാട് ഇത് റണ്ണിംഗ് ഒന്നും ആയിരുന്നില്ല, എഞ്ചിൻ സീസ്ഡ് ആയിരുന്നു. പിന്നെ റണ്ണിംഗ് ഒന്നുമല്ല, പക്ഷെ എന്തായാലും നമുക്ക് ചെയ്യാം. പിന്നെ ആള് ഭയങ്കര ഒരു അഫോർഡബിൾ പ്രൈസിനാണ് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ പണി ഉണ്ടായിരുന്നു, സ്പെയർ കിട്ടാത്തതിന്റെ പ്രശ്നം. അല്ലെങ്കിൽ നമുക്കിത് കിട്ടായില്ലല്ലോ, വേറെ ഓപ്ഷൻസ് ഇല്ലാതെ അന്ന് എടുത്തതാ. അപ്പൊ അന്ന് ഓൾറെഡി എന്റെ കയ്യില് മറ്റേ സെലിക്ക ഉണ്ടായിരുന്നു, കൺവേർട്ടബിൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരു 3S GE മാനുവലാ. അപ്പൊ ഞാൻ അങ്ങനെ കൺവേർട്ടബിൾ ഉണ്ട്, കൺവേർട്ടബിൾ ഇവിടെ അങ്ങനെ കാണില്ല. അപ്പൊ പിന്നെ ഹാർഡ് ടോപ്പ് വണ്ടികളുണ്ട് ഇവിടെ, 3-4 വണ്ടികളുണ്ട്. പിന്നെ പോപ്പും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പോപ്പ് ആ പുള്ളിക്കാരനല്ലോ, പുള്ളിക്കാരന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ കൊടുത്തതാ. പുള്ളി കുറെ കാലം മുന്നേ മുപ്പരിലുള്ള വണ്ടി പുള്ളി കൊടുക്കുക പറഞ്ഞപ്പോ പിന്നെ ഞാൻ എന്തായാലും എടുക്കാൻ വിചാരിച്ച്. ശരിക്കും സെലീക്ക മാത്രം ഇങ്ങനെ എടുക്കാൻ എന്താ കാരണം? കൺവേർട്ടബിൾ ഉണ്ട്, ഇതുണ്ട്. അല്ല, എന്റെ സെലിക്കല്ല, എന്റെ 124 ഉണ്ട്. അല്ല, അത് മീൻസ് ഈ 2 സെലീക്ക എടുക്കാനുള്ള കാരണം? സെലീക്ക സൂപ്പർ എന്തായാലും അഫോർഡബിൾ അല്ല. പിന്നെ JDM പിന്നെ വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഷേപ്പ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ എലമെന്റ് ഉണ്ട് എവിടേക്കോ. പിന്നെ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിൽ പാർട്സ് അവൈലബിലിറ്റി ഭയങ്കര ടാസ്ക് ആയിരിക്കുമല്ലോ, കാരണം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇത് എന്താ ചെയ്യാ ശരിക്കും? പാർട്സ് എന്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഉണ്ട് എനിക്ക് UAE ല്, അഭിഷേക് പറഞ്ഞിട്ട്. അത് അവൻ എനിക്കൊരു മോർ ലൈക്ക് ബ്രദർ പോലെയാണ്. അവൻ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം സോഴ്സ് ചെയ്ത് തരും. അവൻ ത്രൂ അവനക്ക് അവിടെ ഗാരേജ് ആണ്. അവിടെ അവന്റെ അവനവിടെ പ്രോപ്പർ ബിസിനസ് ചെയ്യുന്ന ആളാ, ഗാരേജ് മാത്രമുള്ള ആളാ. അവൻ എനിക്ക് സോഴ്സ് ചെയ്ത് തരും. പിന്നെ ഞാൻ അവിടെ പോയിട്ട് എടുക്കും. ഞാൻ ഒരു ഇയർലി വൺസ് ഒക്കെ ആയിട്ട് UAE വിസിറ്റ് ചെയ്യലുണ്ട്. അടിപൊളി അടിപൊളി. എക്സ്പെൻസീവ് ആണോ ശരിക്കും മെയിൻറ്റെയിനിങ്? എക്സ്പെൻസീവ് അല്ല, സ്പെയർ കിട്ടായില്ല. അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ജാപ്പൻ ഓർഡർ UAE ചെയ്യും, UAE എനിക്ക് തരും, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ എന്റെ 124 ഒക്കെ അങ്ങനെ തന്നെ ചെയ്യല്. 124 ഒക്കെ പിന്നെ UAE അവൈലബിൾ ആണ്. ഇതൊക്കെ ജാപ്പൻ ഓർഡർ ചെയ്യും. അവിടെ നമുക്ക് അവനക്ക് സ്പെയർ തരാനുള്ള ഒരാളുണ്ട്, അവനെ മുപ്പര് ഓർഡർ ചെയ്ത് തരും. എന്ന് വെച്ചാൽ വന്നിട്ട് സ്പെയർ മാറും, അതാണ് പ്രശ്നം. ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ട് സ്പെയർ കാരണം ഇത് കുറെ ഉണ്ടാവും. പല ഇപ്പൊ എഞ്ചിന്റെ കേസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് എഞ്ചിൻ ഒരുക്കിയിട്ടുണ്ട്, അങ്ങനെ വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? പോപ്പപ്പ് തന്നെയാണ് ഏറ്റവും. പിന്നെ ഈ ഒരു 2 ഡോർ കൂപ്പയില് പോപ്പപ്പ് വേറെ ഞാൻ കണ്ടിട്ടില്ല. ഇത് വളരെ ഒരു റയർ സ്പെക്ക് പോലെയാണ്. എനിവേ ഒരുപാട് സന്തോഷം കാണാൻ കഴിഞ്ഞാലും വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞാലും ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കുറെ കാലമായിട്ടൊരു JDM ഓടിച്ചിട്ട് ഒന്ന് ഓടിച്ചു നോക്കാം. ഞാനേ ഇത് ഡ്രൈവ് ചെയ്യാൻ പോകണം, അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അയ്യവ, ശരിക്കും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന എക്സോസ്റ്റിൻ്റെ സൗണ്ട് ആട്ടോ. ശരിക്കും എത്ര സൗണ്ട് ഉണ്ടാവില്ലല്ലേ ഷെയ്ൻ ഭായ്? ഷെയ്ൻ ബ്രോ നമ്മളെ കൂടെ ഉണ്ട്. ലെറ്റ്സ് മൂവ്. ഓ, വല്ലാണ്ട് ആക്സലറേഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൂവ് ചെയ്യാൻ.
സംഭവം ഫ്ലോ ഉണ്ട് വണ്ടിക്ക്, അതെനിക്കിഷ്ടമായി. വാവ്, എക്സോസ്റ്റ് നോട്ടാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. ശരിക്കും കുറച്ചുകൂടി ഒരു സ്പോർട്സ് കാർ ഫീൽ ഉണ്ട്. സീറ്റിംഗ് പൊസിഷൻ കുറച്ചുകൂടി ഡൗൺ ആണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ശരിക്കും റോൾസ് റോയ്സിന്റെ ലോഗോ ഒക്കെ കാണുന്ന ആ ഒരു ഫീലിൽ ശരിക്കും നമ്മളെ ഹെഡ് ലാമ്പിനെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു സസ്പെൻഷൻ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇപ്പം നമുക്ക് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ചെറിയൊരു ഷോർട്ട് ഡ്രൈവാണ്, ഹൈവേയിലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കംഫർട്ടബിൾ ആണ്, സീറൊന്നുമില്ല. പുതിയ ഈ ഒരു വീല് പറഞ്ഞല്ലോ സ്റ്റോക്ക് വീലല്ല, സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഡ്രൈവ് ഡൈനാമിക്സും ശരിക്കും നമുക്ക് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളും അടിപൊളിയായിരിക്കും ഇതിൻ്റെ സ്റ്റോക്ക് ഡ്രൈവ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇത് വീല് മാറിയോണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു ചെറിയ വ്യത്യാസം എന്തായാലും നമുക്ക് മാനേജിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര ലൈറ്റായിട്ടാണ്. അതുപോലെ തന്നെ ത്രോട്ടിൽ റെസ്പോൺസും എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അതായത് സ്റ്റിൽ ആ എൻജിൻ വെരി നൈസ്. പിന്നെ ഈ വീല് ചേഞ്ച് ചെയ്യാനുള്ളൊരു കാരണം ഷെയ്ൻ ഭായ് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്തെറ്റിക്കൽ ബ്യൂട്ടി അല്ലേ. ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ചെറിയ വീലായതുകൊണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ട് എന്നുള്ളതാണ്. അതായി ഞാൻ എഗ്രി ചെയ്യണു. സംഭവം എനിക്ക് രസമായിട്ട് തോന്നിയിട്ട് അതിങ്ങനെ കൊണ്ടു കിടക്കാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 40-60 ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ പിടിച്ച് അല്ലേ ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാൻ നല്ല ഫീൽ ഉണ്ട്. ഇറ്റ്സ് ഗുഡ്, എനിക്കിഷ്ടമായി. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ഒരു ഇംപ്രഷൻ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. അവൾ അത്രമാത്രം ചെറിയൊരു ലാപ്പ് മാത്രമേ ഇത് ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ദൂരം ഓടിച്ച് സസ്പെൻഷനൊക്കെ ടെസ്റ്റ് ചെയ്ത് സ്പീഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു വണ്ടിയാണ്. കാരണം WRC പോലത്തെ ചാമ്പ്യൻഷിപ്പൊക്കെ അടിച്ചിട്ടുള്ളൊരു വണ്ടി, അതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വണ്ടി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഹൈലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിനൊന്നും ഇപ്പോൾ നമ്മൾ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇതാണ് ടൊയോട്ട സെലീക്ക എന്ന് പറയുന്ന മോഡൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, ഇതിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ പറ്റുക എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.